السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ ഉസ്താദന്മാർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, വിധി നൽകുന്ന വിധികർത്താക്കൾ, അരുതായ്മകൾ അലങ്കാരമായിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്ത് അധാർമികതയോട് ധർമ്മത്തിന്റെ തുറത്തു പറയുകയാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ എന്ന വിസ്മയ പ്രപഞ്ചത്തിലെ ഓരോ അധ്യായങ്ങളും സമുദ്ര സമാനമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയവരാണ് നാം എല്ലാവരും. വിശുദ്ധ ഖുർആനിന്റെ ആഴത്തിലുള്ള അവഗാഹം, ആഴത്തിലുള്ള പഠനം ഓരോ വ്യക്തിയിൽ അത്യന്താപേക്ഷിതമായി ഒരു നിർബന്ധമായിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്ത് വിശുദ്ധ ഖുർആനിന്റെ 106-ാം സൂറത്തായ സൂറത്തുൽ ഖുറൈശ് ഇത്തരത്തിൽ മനുഷ്യന്റെ ആദർശവും ആ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നതിനെ തുറന്നു നൽകുന്നതാണ്. ഇത് ഹിജ്റാക്ക് മുമ്പ് ഇറങ്ങിയതാണെന്നും അല്ല ഹിജ്റാക്ക് ശേഷം ഇറങ്ങിയതാണെന്നും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്താണ് ഈ സൂറത്തിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത്? എന്താണ് ഈ സൂറത്തിന്റെ പ്രതിപാദിത വിഷയം? ഞങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമാണ് ഖുറൈശ്. ആ ഖുറൈശി കുടുംബത്തിലേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവരൊരിക്കലും ആഗ്രഹിക്കാത്ത, അവരൊരിക്കലും അനുഭവിക്കാത്ത മുഴുപട്ടിണിയുടെ ചരിത്രമുണ്ടായിരുന്നു. അങ്ങനെയുള്ള പട്ടിണിയിൽ നിന്ന് മോചിപ്പിച്ച അത്ഭുത ചരിത്രത്തിലേക്ക് സൂചന നൽകുകയാണ്. ശൈത്യകാലത്തും ഉഷ്ണകാലത്തും ഖുറൈശികൾക്ക് അവരുമായി കച്ചവട യാത്ര ഇണക്കി കൊടുത്ത കാരണം കൊണ്ടു, അതായത് ഖുറൈശികൾ അങ്ങോട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തേ? അവർക്ക് കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ആകെ വിഷമത്തിലാണ്. അവസാനം വീട്ടുനാഥന്മാർ വീട്ടിലേക്ക് കയറി ചെല്ലാൻ വളരെ മടിയാണ്. കാരണം വീട്ടിലേക്ക് ചെന്നെത്തിയാൽ അവിടെ നിന്ന് കുട്ടികളും മക്കളും ഭാര്യങ്ങളും മാതാപിതാക്കളും എല്ലാവരും വാവിട്ട് കരയുകയാണ്. വാപ്പാ, എനിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തരുമോ? ഇതിന് മറുപടി കൊടുക്കാൻ കഴിയാത്ത വീട്ടുനാഥന്മാർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ മലർന്നു കിടക്കുകയാണ്. മരിക്കാനെങ്കിൽ മരിച്ചോട്ടെ, എന്നാലും ഈ ദുനിയാവിന്റെ ദുരിതം തീരുവല്ലോ. ഇത് ഖുറൈശികൾക്ക് ഉണ്ടായിരുന്ന വൻ പ്രശ്നമായിരുന്നു. ഇത് ഉണ്ടായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പ ഹാഷിം തങ്ങളുടെ കാലത്താണ്. ഇങ്ങനെ മരിച്ചു പോകുന്ന ജനതയെ കാണാൻ കഴിയാത്ത ഹാഷിം തങ്ങൾ എല്ലാവരെയും വിളിച്ചു വരുത്തി, ഇന്നേ ദിവസം ഇന്നേ സമയത്ത് ഇന്നേ സ്ഥലത്ത് എല്ലാവരും ഒരുമിച്ച് കൂടണം, അതായത് ഒരു മഹാ കോൺഫറൻസ്, മഹാസമ്മേളനം വിളിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഹാഷിം തങ്ങൾ മുഖ്യ പ്രഭാഷണം ചെയ്യുകയാണ്. നഹ്നു അഹ്ലു ഹറമില്ലാ, ഞങ്ങൾ അല്ലാഹുവിന്റെ ഹറമിന്റെ ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങളിലേക്ക് വന്ന ദുരിതത്തിന് പേടിച്ച് ഞങ്ങൾ മരിക്കാൻ കിടക്കേണ്ടവരല്ല. അതിനെ എങ്ങനെയാണ് ഇല്ലാതാക്കേണ്ടത് എന്ന് വഴി കണ്ടെത്തി മറ്റുള്ള ജനതകൾക്ക്, മറ്റുള്ള സമൂഹത്തിലേക്ക് ഞങ്ങൾ മാതൃകരാവേണ്ടവരാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് ഐഡിയം സമർപ്പിക്കുകയാണ്. നിങ്ങൾ വർഷത്തിൽ 2 പ്രാവശ്യം 2 കച്ചവട യാത്ര ചെയ്യണം. ചൂട് കാലത്ത് ഷാമിലേക്കും തണുപ്പ് കാലത്ത് യമനിലേക്ക് പോയി അവിടെ കച്ചവടം ചെയ്ത് ഞങ്ങളിലേക്ക് വേണ്ടി ആവശ്യ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് കുടുംബത്തോടൊപ്പം സന്തോഷിച്ച് ജീവിക്കണം. ഇത് മുഖേന ഖുറൈശികളുടെ ജീവിതം രണ്ടാമത് കരുപ്പിടിപ്പിക്കുകയാണ്. എന്നിട്ടാണ് അല്ലാഹു തആല പറയുന്നത്, ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്. ഖുറൈശികളെ, പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ആരാധിച്ചു കൊള്ളട്ടെ, കഅബാലയത്തിന്റെ യജമാനനെ ആരാധിച്ചു കൊള്ളട്ടെ. നിങ്ങൾ ഇത്ര വലിയ ദുരിതത്തിൽ നിന്ന്, ദുരിതക്കയത്തിൽ നിന്ന് രക്ഷിച്ച അല്ലാഹുവിനെ നിങ്ങൾ
ആരാധിക്കുക. അപ്പോൾ അല്ലാഹു ഇവിടെ ഇബാദത്തിനെ ചോദിച്ചു വാങ്ങുകയാണ്. അപ്പോൾ അവതരിപ്പിക്കുന്ന കാരണം എന്താണ്? ആ കാരണങ്ങളാണ് അല്ലാഹു പറയുന്നത്. അല്ലദീ അത്അമഹും മിൻ ജൂ വആമനഹും മിൻ ഖൗഫ്. വിശപ്പകറ്റാൻ ഭക്ഷണം നൽകിയവനാണ്, ഭയാന്തരീക്ഷങ്ങളിൽ നിന്ന് നിർഭയത്വം നൽകിയവനാണ്. അങ്ങനെയുള്ള അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കുക. എന്താണ് ഈ ഭയാന്തരീക്ഷങ്ങളിലുള്ള നിർഭയത്വം? അന്ന് ഹറം നിവാസികൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അറബ് ലോകത്ത് തൊട്ടതിനും പിടിച്ചതിനും യുദ്ധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആരെങ്കിലും ഒരുത്തൻ ഞാൻ ഹറം നിവാസിയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ആരും ഉപദ്രവിക്കൂല, അദ്ദേഹത്തെ ആരും ദ്രോഹിക്കൂല. എന്ന് മാത്രമല്ല, ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ ചുങ്കം കൊടുക്കണമായിരുന്നു. പക്ഷേ ഖുറൈശികളിൽ നിന്ന് ആരും ചുങ്കം എടുക്കുമായിരുന്നില്ല. കാരണം അവർ ഹറം നിവാസിയാണ്, എന്ന് മാത്രമല്ല അവരിൽ നിന്ന് ആരും ദ്രോഹിക്കുമായിരുന്നില്ല. ഇങ്ങനെയുള്ള സമാധാന അന്തരീക്ഷമായിരുന്നു എല്ലായിടത്തും ഉള്ളത്. ഇതിനൊക്കെ സൂചിപ്പിച്ച് ഖുർആൻ പറയുന്നത്, നിങ്ങൾക്ക് ഈ ലോകം മുഴുവനും ചുറ്റാനുള്ള സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് ഭക്ഷണവും നൽകിയ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിച്ചു കൊള്ളുക. ഇത് വെറും ഖുറൈശികൾക്ക് മാത്രം ബാധകമല്ല. ഇന്ന് ഈ രണ്ട് അനുഗ്രഹം ആരൊക്കെ എവിടെയൊക്കെ അനുഭവിക്കുന്നുണ്ടോ അവരൊക്കെയും അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യണം, അല്ലാഹുവിന്റെ ഇബാദത്തിൽ മുങ്ങണം. കാരണം ഈ രണ്ട് നിഅമത്ത് കിട്ടാത്ത എത്ര രാജ്യങ്ങളാണുള്ളത്. ഇന്ന് സൊമാലിയ പോലത്തെ രാജ്യത്ത് അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല. ഫലസ്തീൻ പോലത്തെ രാജ്യങ്ങൾക്ക് അവർക്ക് സമാധാനമില്ല. എപ്പോഴാണ് ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ ബോംബ് തന്റെ നാട്ടിലേക്ക് വന്ന് വീഴുന്നത് എന്ന് അവർക്ക് അറിയില്ല. ഇസ്രായേൽ ജൂതന്റെ തോക്കിന്റെ ഉണ്ട തന്റെ ശരീരത്തിൽ എപ്പോഴാണ് പതറുന്നത് എന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കുക. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം അജ്മഈൻ. അമ്മാ ബഅദ്. فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. ഏറ്റവും ബഹുമാനാദരം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദത്തെ ശ്രദ്ധിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, ഖുർആൻ എന്നുള്ളത് ഒരു വലിയ പ്രപഞ്ചമാണ്. ആ ഖുർആനിലെ ചെറിയ അധ്യായങ്ങളും വലിയ അധ്യായങ്ങളും കൊണ്ട് ഖുർആൻ സമ്പന്നമാണ്. 114ഓളം അധ്യായങ്ങളുള്ള ഖുർആനിലെ 111 അധ്യായമാണ് സൂറത്തുൽ മസദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊഞ്ഞനം കുത്തിയ ഒരു വ്യക്തിയുടെ ദാരുണമായ അന്ത്യത്തെയാണ് ഈ സൂറത്ത് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത്. ഇതിനിക്ക് സൂറത്ത് അബൂലഹബ് എന്ന പേരുമുണ്ട്. 5 ആയത്തുകളുള്ള ഈ സൂറത്ത് മക്കിയാണ്. ഈ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുന്നു, വഅൻദിർ അശീറതകൽ അഖ്റബീൻ, തങ്ങളുടെ അടുത്ത കുടുംബക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറ്റേ ദിവസം എല്ലാവരെയും സഫാ കുന്നിലേക്ക് വിളിക്കുകയാണ്. ഖുറൈശി കുടുംബത്തിലെ എല്ലാവരെയും സഫാ കുന്നിലേക്ക് വിളിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഒരു വിഷയം പറയാം. ഈ മലയുടെ പിൻഭാഗത്തിലൂടെ ഒരു ശത്രു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ അവർ പറയുന്നു, വിശ്വസിക്കാം, കാരണം തങ്ങൾ അൽ അമീനാണ്, സത്യം മാത്രം പറയുന്ന തങ്ങളാണ്. അപ്പോൾ നബി തങ്ങൾ പറയുന്നു, എന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇതുവരെ ആരാധിച്ചിരുന്ന അല്ലാഹുവിനെ, നിങ്ങൾ ഇതുവരെ ആരാധിച്ചിരുന്ന ബിംബങ്ങളെ ഒഴിവാക്കി ഏക ഇലാഹായ അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങളുടെ അടുത്ത കുടുംബക്കാരനായ നബി തങ്ങളുടെ മൂത്താബയായ അബൂലഹബ് ഒരു കല്ലെടുത്തുകൊണ്ട് പറയുന്നു, തബ്ബല്ലക യാ മുഹമ്മദ്, ഇതിനു വേണ്ടിയാണോ ഞങ്ങൾ ഇവിടേക്ക് വിളിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദിന് നാശമുണ്ടാകട്ടെ എന്ന് പറയുന്നു. ഈ സൂറത്തിൽ കുൽ എന്ന ഹർഫുകളില്ല. കാരണം ഇത് നബി തങ്ങളെ നിസാരമായി കണ്ടതുകൊണ്ട് അല്ലാഹു നേരിട്ട് ഇറക്കിയ സൂറത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബി വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അബൂലഹബിന്റെ 2 കൈകൾ നശിക്കട്ടെ, അവൻ തന്നെ നശിക്കട്ടെ. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, അവനിക്ക് അവന്റെ മക്കളോ അവന്റെ സമ്പത്തോ ഉപകരിക്കൂല.
അവന്റെ കുടുംബമോ അവന്റെ മക്കളോ അവന്റെ സമ്പത്തോ ഒന്നും ഉപകരിക്കൂല. ഈ രണ്ട് ആയത്തിന് ഒന്നിച്ച് തഫ്സീർ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറുൽ കബീറിൽ പറയുന്നതായി കാണാം. അബൂലഹബും അബൂജഹലും ബദ്ർ യുദ്ധത്തിൽ പങ്കെടുത്തവരാണ്. പക്ഷേ അബൂജഹല് ബദ്ർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു, അബൂലഹബ് കൊല്ലപ്പെട്ടില്ല. കാരണം എന്താണെന്നറിയോ? അബൂലഹബ് ബദ്ർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടില്ല. കാരണം ഇതാണ്, അവന്റെ രണ്ട് കൈകൾ നശിക്കട്ടെ, അവന്റെ സമ്പത്തും കുടുംബവും ഒന്നും അവന് ഉപകരിക്കൂല. അതിന്റെ ഉത്തരം പിന്നീടാണ് നടന്നത്. എങ്ങനെയാണ്? അബൂലഹബ് ബദ്ർ യുദ്ധം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കുരു അവന്റെ കയ്യിൽ വന്നു. ഒരു കുരു വന്നതിന് ശേഷം അത് വല്ലാത്ത സ്മെല്ലായി, വല്ലാത്ത നാറ്റമായി. കുടുംബക്കാർക്കോ മക്കൾക്കോ അടുത്തു പോകാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു നാറ്റം സംഭവിച്ചു. അവസാനമായി അവന്റെ വീട്ടിൽ മൊത്തം അവിടെ മണക്കാൻ കഴിയാത്ത രീതിയിൽ അവനെ കൊണ്ടുപോയി മരുഭൂമിയിൽ എരിഞ്ഞു കളയുകയാണ്. ആരെ? അബൂലഹബിനെ. മുത്തുനബി തങ്ങൾക്ക് കൊഞ്ഞനം കുത്തിയതിന്റെ കാരണം കൊണ്ട് അബൂലഹബ് മരുഭൂമിയിൽ ഇരുന്നു. മരുഭൂമിയിൽ 3 ദിവസം ഭക്ഷണം മാത്രം കൊടുക്കും, തിരിച്ചു വരും. അബൂലഹബിന്റെ രോഗം ശക്തമായി. അവസാനമായി അബൂലഹബ് മരിച്ചത്, മക്കൾ കരഞ്ഞത്, അവന്റെ മാംസങ്ങൾ നായകൾ വലിച്ചു കൊണ്ടുപോകുമ്പോഴാണ് മക്കൾക്ക് മനസ്സിലായത്. പക്ഷേ മക്കൾക്ക് ആ മയ്യത്തിന് എടുക്കാൻ സാധിക്കുന്നില്ല. കാരണം വല്ലാത്ത നാറ്റമാണ്. 2 സുഡാനികൾക്ക് കാശ് കൊടുത്ത് അതാ അയച്ചു, വാപ്പയുടെ ആ മയ്യത്തിനുണ്ട് കൊണ്ടുപോയി എവിടെയെങ്കിലും കുഴിച്ചു മൂടുക. ഇതാണ് നബി തങ്ങൾക്ക് കൊഞ്ഞനം കുത്തിയതിന് അല്ലാഹു കൊടുത്ത ശിക്ഷ. മാത്രമല്ല പറയുന്നത്, തീർച്ചയായിട്ടും അവൻ കത്തിയെറിയപ്പെടും. എവിടേക്ക്? കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് അവനെ എറിയപ്പെടും. അവൻ മാത്രമാണോ? അല്ല, വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്, അവന്റെ ഭാര്യയായ ആര്? ഉമ്മു ജമീല, അറുവയുടെ മകളായ ഉമ്മു ജമീല, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ പെങ്ങളായ ഉമ്മു ജമീല എന്ന് പറയുന്ന അബൂലഹബിന്റെ ഭാര്യയും അബൂലഹബിനെ നരകത്തിലേക്ക് എറിയപ്പെടും. വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്, നേരം വെളുക്കുമ്പോൾ വിറക് ചുമന്നു കൊണ്ടുപോകുന്ന വിറകിച്ച് പെണ്ണ് എന്നാണ് ഖുർആൻ അവിടെ തഫ്സീറിൽ പറയുന്നത്. തഫ്സീർ റൂഹുൽ ബയാനിലും മജ്മുഉൽ ബയാനിലൊക്കെ പറയുന്നത് അങ്ങനെയാണ്, വിറകിച്ച് പെണ്ണ് എന്നാണ്. അവൾക്ക് വിറവ് കൊണ്ടുപോകുന്ന ആ ജോലിയായിരുന്നു. നബിത്തങ്ങൾ ഏതെല്ലാം വഴിയിൽ പോകുമോ ആ വഴിയിലൊക്കെ അവൾ പോകും. പോയി അവിടെ മുള്ളുകളൊക്കെ ഇടും. കാരണം നബിത്തങ്ങളുടെ കാലുകളിലേക്ക് അത് സ്പർശിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. അത് മാത്രമല്ല, നബിത്തങ്ങളെ കുറിച്ച് വേണ്ടാത്ത വർത്താനങ്ങളൊക്കെ ഇങ്ങനെ പറയും, നബിത്തങ്ങളെ കുറിച്ച് വേണ്ടാത്ത മധുകളൊക്കെ പറയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യതഉ കമാ യതഉൽ ഹരീർ, നബിത്തങ്ങൾക്ക് ആ മുള്ളുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പട്ടുവസ്ത്രത്തിന്റെ മുകളിലേക്ക് പ്രവേശിച്ചതുപോയ ഒരു അനുഭവമാണ് അവിടെ ഉണ്ടായിരുന്നത്. നബിത്തങ്ങൾക്ക് ഉപദ്രവിച്ചു, എന്നാൽ നബിത്തങ്ങൾക്ക് അത് ഒന്നും അവിടെ സംഭവിച്ചില്ല. എന്നിട്ട് പറയുന്നു, ഫീ ജീദിഹാ ഹബുലും മിൻ മസദ്, അവളുടെ കഴുത്തിൽ ഈത്തപ്പഴ നാരുകൊണ്ട് മുടങ്ങിയ കയറുണ്ട്. അവളുടെ കഴുത്തിൽ ഈത്തപ്പഴ നാഴുകൊണ്ട് മുടങ്ങിയ കയറുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞാൽ, അവളുടെ കഴുത്തിൽ ഒരു സ്വർണ്ണമുണ്ടായിരുന്നു, വല്ലാത്ത വലിയ ഒരു സ്വർണ്ണമായിരുന്നു. അതിനെ വിശദീകരിച്ചു കൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഈത്തപ്പഴ നാറുകൊണ്ട് മുടങ്ങിയ കയറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അബൂലഹബ് തബ്ബല്ലക എന്ന് പറഞ്ഞപ്പോൾ ഈ സൂറത്ത് ഇറങ്ങിയില്ലേ, അപ്പോൾ ഒരു കല്ലെടുത്തു കൊണ്ടുപോയി ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തല അടിച്ചു പൊട്ടിക്കുമെന്ന് പറഞ്ഞു പോയ പെണ്ണാണ് ആര്? ഈ ഉമ്മു ജമീല എന്ന് പറയുന്ന പെണ്ണ്. അതുകൊണ്ട് അവരുടെ കഴുത്തിൽ ഒരു കയറുണ്ട്. അത് എന്ത് സംഭവിച്ചു? ഒരു ദിവസം അവൾ ഇങ്ങനെ വിറക് കൊണ്ടുവരാൻ പോകുമ്പോൾ, വിറകൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ, ഒരു മരത്തിന്റെ താഴെ ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ ഒരു മോഷ്ടിക്കുന്ന ഒരു വ്യക്തി വന്ന് അവളെ കഴുത്തിന് പിടിച്ച് വലിച്ചു. പക്ഷേ അവളുടെ കഴുത്തിലേക്ക് മുറിവായി അവളും അവിടെ മരിച്ചുപോയി. 2 ആൾക്കും നാശമുണ്ടായി. ഇത് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആരെങ്കിലും കൊഞ്ഞന കുത്തിയാൽ അവനെ ഒരിക്കലും വിടൂല. ഈ സൂറത്ത് മൊത്തമായി ചരിത്രങ്ങൾ മാത്രമാണുള്ളത്. നബി തങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അള്ളാഹുവിന് വിഷമിക്കും. നബി തങ്ങൾ അള്ളാഹുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ നബി തങ്ങളോട് പറയും പുൽ, തങ്ങൾ പറയുക. പക്ഷേ ഇതിൽ പുൽ ഇല്ല. എന്തേ? കാരണം നബി തങ്ങൾക്കാണ് അവിടെ വിഷമിച്ചത്. പുൽ ഇല്ല, നേരിട്ട് തബ്ബത് യദാ അബീ ലഹബിൻ വതബ് അള്ളാഹു ഇറക്കിയതാണ്. അതുകൊണ്ട് നബി തങ്ങളെ ആരെങ്കിലും ചെറുതായി കണ്ടാൽ അള്ളാഹു അത് പൊരുത്തപ്പെടൂല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് അധികമാക്കണമെന്ന് വിനീതമായി അറിയിച്ചുകൊണ്ട് ദുആ വസിയത്ത് കൂടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ وعلى آله وصحبه أجمعين أما بعد. قال رب اشرح لي صدري ويسر لي أمري
واحلل عقدة من لساني يفقه قولي قال الله عز وجل. ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ, അതുപോലെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കൾ, ആമുഖത്തിലേക്കൊന്നും കടക്കാതെ എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എൻ്റെ വിഷയം സൂറത്തുൽ കൗസർ എന്നുള്ളതാണ്. ഖുർആനിലെ 114 അധ്യായങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ സൂക്തമാണ് സൂറത്തുൽ കൗസർ. 3 ആയത്തുകളുള്ള ഈ സൂറത്ത് മക്കി എന്നാണ് പ്രബല അഭിപ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഖറഅ സൂറത്തുൽ കൗസർ സഖാഹു അല്ലാഹു തആല മിൻ കുല്ലി നഹ്റിൻ ഫിൽ ജന്ന. ആരെങ്കിലും ഒരുത്തൻ സൂറത്തുൽ കൗസറിനെ ഓതുകയാണെങ്കിൽ സ്വർഗ്ഗത്തിലുള്ള എല്ലാ നദികളിൽ നിന്നും അവനിക്ക് കുടിപ്പിക്കുമെന്ന് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല, വീണ്ടും പറയുന്നു, വയുക്തബു ലഹു അശ്റു ഹസനാത്തിൻ ബിഅദദി കുല്ലി ഖുർബാനിഹി ഖറബഹുൽ ഇബാദ ഫി യൗമിൻ നഹർ. ദുൽഹിജ്ജയുടെ 10 അടിമകളായ നമ്മൾ അല്ലാഹുവിനിക്ക് വേണ്ടി അറുത്തു കൊടുക്കുന്ന ഖുർബാനികൾക്ക് നൽകുന്ന പ്രതിഫലം, അതുപോലത്തെ 10 പ്രതിഫലം ഈ സൂറത്ത് ഓതുന്നവനക്ക് നൽകുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ സഊദിന്റെ 7-ാം ജുസ്ഇന്റെ 62-ാം പേജിൽ കാണാം. ഖുർആനിന്റെ ഓരോ സൂറത്തുകൾക്കും അതിൻ്റെതായ സബബുൻ നുസൂലുകളുണ്ട്. എന്നാൽ സൂറത്തുൽ കൗസറിന്റെ സബബുൻ നുസൂൽ അൽ-ആസ് ഇബ്നു വഈൽ അസ്-സഹ്മി എന്ന മുനാഫിഖ് മസ്ജിദുൽ ഹറാമിലേക്ക് ഇങ്ങനെ കടന്നു ചെല്ലുകയാണ്. ഈ സന്ദർഭത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. ആ സന്ദർഭത്തിൽ അവർ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടി അവിടെ നിന്ന് പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കെ മസ്ജിദുൽ ഹറാമിൽ ഇരുന്ന് ഖുറൈശികൾ ഇതിനെ കണ്ടുകൊണ്ടിരുന്നു. എന്നിട്ട് ആസ് ഇബ്നു വഈൽ പള്ളിയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവർ ആസ് ഇബ്നു വഈലിനോട് ചോദിച്ചു, മനില്ലദീ കുൻത തതഹദ്ദസു മഅഹ്, ആരോടാണ് നീ സംസാരിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ആസ് പറയുന്നു, ദാലികൽ അബ്തർ, അതാ പരമ്പരേറ്റവനോടാണ്, ആ വാലേറ്റ മുഹമ്മദിനോടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിച്ച സന്ദർഭത്തിലാണ് അല്ലാഹു തആല ഈ സൂറത്തിനെ ഇറക്കുന്നത്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ നയനങ്ങളെ അല്പം താഴ്ത്തുകയും കുറച്ചു നേരം മൗനയായി ഇരിക്കുകയും ചെയ്തു. എന്നിട്ട് കുറച്ചു സമയത്തിന് ശേഷം അവിടുത്തെ തലയെ ഉയർത്തിക്കൊണ്ട് പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, മാ അൽഹഖക യാ റസൂലല്ലാഹ്, ഓ നബിയെ, തങ്ങൾ എന്തിനാണ് ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എനിക്ക് ഇപ്പോൾ ഒരു സൂറത്ത് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓതി കൊടുക്കുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅതൈനാകൽ കൗസർ. ഓ നബിയെ, നിശ്ചയമായിട്ടും തങ്ങൾക്ക് ഞങ്ങൾ ധാരാളം അനുഗ്രഹങ്ങളെ നൽകിയിരിക്കുന്നു നബിയെ. ഇതിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുന്നു, വഹുവ ഖൈറുൻ കസീർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം ഖൈറുകളെ നൽകി എന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു. മാത്രമല്ല ഇവിടെ ഈ കൗസർ എന്നതിനിക്ക് മുഫസ്സിരീങ്ങൾ തഫ്സീറുകളിൽ 17ഓളം മാനകൾ പറയുന്നതായി കാണാം. അത് സ്വർഗത്തിലുള്ള നദിയാണെന്നും മുഅ്ജിസത്താണെന്നും ശഫാഅത്താണെന്നും ഇങ്ങനെയുള്ള 17ഓളം ഖൗലുകൾ പറയുന്നതായി കാണാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബക്കളോട് ചോദിക്കുന്നു, അതദറൂന മൽ കൗസർ, കൗസർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? അപ്പോൾ സ്വഹാബാക്കൾ പറയുന്നു, അല്ലാഹു വറസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല നബിയെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫഇന്നഹു നഹ്റുൻ ഫിൽ ജന്ന വഅദനിഹി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് സ്വർഗ്ഗത്തിൽ വാഗ്ദത്തം ചെയ്തിട്ടുള്ള നദിയാണെന്ന് പറയുന്നു. മാത്രമല്ല മൻ ശരിബ മിൻഹു ലം യദ്മ അബദാ, ആരെങ്കിലും ഒരുത്തൻ അതിനെ കുടിച്ചാൽ പിന്നെ അവനിക്ക് ദാഹമുണ്ടാവൂല എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഫസല്ലി ലിറബ്ബിക വൻഹർ, തങ്ങളുടെ റബ്ബിനക്ക് വേണ്ടി തങ്ങൾ നിസ്കരിക്കുക, തങ്ങളുടെ റബ്ബിനക്ക് വേണ്ടി തങ്ങൾ ബലിയറുത്തു കൊടുക്കുക. ഇവിടെ നിസ്കരിക്കുക എന്ന് പറഞ്ഞതിനക്ക് അല്ലാഹു തആല ഇവിടെ നിസ്കരിക്കുക എന്ന് പറഞ്ഞതിനക്ക് മുഫസ്സിരീങ്ങൾ 5 വഖത്ത് നിസ്കാരമാണെന്നും അതുപോലെ ഈദ് നിസ്കാരമാണെന്നും തഫ്സീർ പറയുന്നതായി തഫ്സീറു റസീൽ കാണാം.
എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, നിശ്ചയമായിട്ടും തങ്ങളെ വിരോധിച്ചവരുണ്ടല്ലോ, തങ്ങളെ നിന്ദിച്ചവരുണ്ടല്ലോ, തങ്ങളെ പരിഹസിച്ചവരുണ്ടല്ലോ, ഹുവൽ അബ്തർ, അവൻ തന്നെയാണ് അബ്തർ. തങ്ങൾ അബ്തറല്ല, തങ്ങളെ നിന്ദിച്ചവനാണ് അബ്തർ. അബ്തർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും അസ്തമിച്ചു പോയാൽ അയാളെ അബ്തർ എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ആൺമക്കൾ മരിച്ചുപോയവരെയും അബ്തർ എന്ന് വിളിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകനായ ഖാസിം എന്നവർ വഫാത്തായ സന്ദർഭത്തിലാണ് അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബ്തർ എന്ന് വിളിച്ച് അതിശയിക്കുകയുണ്ടായി. അപ്പോഴാണ് അല്ലാഹു തആല ഈ ആയത്തിനെ ഇറക്കുന്നത്, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, നിശ്ചയമായിട്ടും തങ്ങൾ അബ്തറല്ല, തങ്ങളെ വിരോധിച്ചവനുണ്ടല്ലോ അവർ തന്നെയാണ് അബ്തർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ആസ് ഇബ്നു വായിലിനെ അല്ലാഹു തആല അവിടെ നിന്ന് പരിഹസിക്കുകയാണ്. ആരെങ്കിലും ഒരുത്തൻ ഈ സൂറത്തിനെ വെള്ളിയാഴ്ചയുടെ രാത്രിയിൽ 1000 തവണ മോതുകയും അതുപോലെ അതിനുശേഷം 1000 സ്വലാത്ത് പറഞ്ഞു കിടക്കുകയാണെങ്കിൽ അവനിക്ക് സ്വർഗത്തിൽ നാളെ ഹൗദുൽ കൗസർ നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله تعالى وبركاته. قل لو كان البحر مدادا لكلمات ربي لنفد البحر قبل أن تنفذ كلمات ربي ولو جئنا بمثله مددا. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാരെ, വിധികർത്താക്കളെ, എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ഈ മഹത്തരമായ വേദിയിൽ സൂറത്തുൻ നസ്റിനെ കുറിച്ച് ഒരൽപ്പം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. ഖുർആനിലെ 110ാമത്തെ സൂറത്താണ് സൂറത്തുൻ നസ്ർ. ഈ സൂറത്ത് ഇറങ്ങിയത് ഹിജ്റയുടെ 8ാം വർഷത്തിലാണ്. ഈ സൂറത്ത് മദനിയാണ്. ഈ സൂറത്ത് ഇറങ്ങുന്ന സന്ദർഭത്തിൽ പ്രവാചകർ ഹുനൈന യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നുകൊണ്ടിരുന്നു. ഈ സൂറത്ത് ഇറങ്ങിയ സന്ദർഭത്തിൽ ഒരുപാട് സ്വഹാബിമാർ വളരെയേറെ സന്തോഷിച്ചു. പക്ഷേ കുശാഗ ബുദ്ധിയുള്ള ചില സ്വഹാബിമാർ ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ കരഞ്ഞുപോയി. കാരണം ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനുള്ള ഒരു സൂചനയായിരുന്നു. ഈ സൂറത്ത് ഖുർആനിലെ കുറഞ്ഞ ആയത്തുകളുള്ള സൂറത്തുകളിൽ ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഖറഅ ഫകഅന്നമ ശഹീദ മഅ റസൂലില്ലാഹി ഫതഹ മക്ക. ആരെങ്കിലും ഒരാൾ ഈ സൂറത്തിനെ ഓതിയാൽ മക്ക ഫതഹിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ സാക്ഷിയായ പ്രതിഫലമാണ് അവനിക്കുള്ളത്. ഇനി ഞങ്ങൾക്ക് സൂറത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം തങ്ങൾക്ക് വന്നെത്തുമ്പോൾ, അതായത് വൽ ഫത്ഹ്, മക്ക ഫത്ഹ് തങ്ങൾക്ക് വന്നെത്തുമ്പോൾ, മക്ക ഫത്ഹും സൂറത്തു മക്ക ഫത്ഹും അല്ലാഹുവിന്റെ സഹായവും തങ്ങൾക്ക് വന്നെത്തുമ്പോൾ, വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, അല്ലാഹുവിന്റെ ഈ മതത്തിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി വരുന്നത് തങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ, യദ്ഖുലൂന എന്ന് പറഞ്ഞ സ്ഥലത്ത് പല മുഫസ്സിരീങ്ങളും തഫ്സീർ എഴുതി വെച്ച് യദ്ഖുലൂന സുമറൻ സുമറ മിൻ ഗൈരി ഖിതാൽ, യുദ്ധങ്ങളൊന്നുമില്ലാതെ ബലാത്കാരങ്ങളൊന്നുമില്ലാതെ ഇസ്ലാമിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി വരുമാണെന്ന് ഇതിന്റെ മാന. ആദ്യകാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മൊഴിഞ്ഞതിന്റെ പേരിൽ വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടുന്ന ഒരു സമുദായത്തിനെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തേണ്ടത് എന്ന ചിന്തയിലായിരുന്നു പ്രവാചകർ. മാത്രമല്ല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്ന ചിന്തയിലും കൂടിയായിരുന്നു. ഇതാ അടുത്തു വരാനിരിക്കുന്നു മക്ക ഫത്ഹ്. മക്ക ഫത്ഹ് എന്ന മഹാസംഗമം വന്നു കഴിഞ്ഞാൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, തങ്ങൾ അങ്ങയുടെ റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം പ്രകീർത്തിക്കണം. തസ്ബീഹിലും തക്ബീരിലും തഹ്മീദിലും കഴിഞ്ഞുകൂടണം. അല്ലാഹുവിനെ പ്രകീർത്തിക്കുന്ന മന്ത്രങ്ങളെ ഓർമ്മിച്ചു കൂട്ടണം. മാത്രമല്ല
വസ്തഗ്ഫിറുഹു, തങ്ങൾ ജീവിതത്തിൽ വന്നുപോയ എല്ലാ അപാകതകൾക്ക് മാഫ് ചോദിക്കുകയും വേണം. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. പക്ഷേ ഈ സൂറത്തിലൂടെ പറയുന്നതൊക്കെ ഞാൻ അടക്കമുള്ള ഞങ്ങൾക്കും ബാധകമായ കാര്യമാണല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് തഫ്സീറുർ റാസിയിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ വസ്തഗ്ഫിറു ഇന്നഹു കാന തവ്വാബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും ധാരാളം ഇസ്തിഗ്ഫാർ പറയും. ഹദീസുകളിലൂടെ കാണാം, ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫീ യൗമി 100 മറ, ദിവസേന ഞാൻ 100 ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദിവസേന 100ലേറെ തെറ്റ് ചെയ്ത ഞങ്ങളൊക്കെ ഇരുന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയേറെ ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ സൂറത്ത് പിന്നെയും തുടരുന്നു, ഇന്നഹു കാന തവ്വാബ, അല്ലാഹുവിനെ പ്രകീർത്തിച്ച് തസ്ബീഹിലും തക്ബീരിലും തഹ്മീദിലും കഴിഞ്ഞു കൂടിയ മുഅ്മിനീങ്ങൾ അല്ലാഹുവിനോട് കരഞ്ഞ് കൊച്ചായി മാഫ് ചോദിക്കുന്നവർക്ക് തീർച്ചയായും അല്ലാഹു പുറത്തു നൽകുന്നവനാണ് എന്ന് ഈ സൂറത്ത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ ഈ സൂറത്തും ഇറങ്ങിയതിനു ശേഷം മക്ക ഫതഹ് എന്ന മഹാസംഗമം ഇവിടെ നടക്കുന്നു. മക്ക ഫതഹിനെ കുറിച്ച് നാം ഈ പറയാൻ തുടങ്ങിയാൽ ഈ ചെറിയ സമയം കൊണ്ട് അത് പറഞ്ഞു തീർക്കാൻ സാധ്യമില്ല. മക്ക ഫതഹും കഴിഞ്ഞതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരോട് പറയുന്നു, ജാഅൽ ഫതഹു ജാഅ നസ്റുല്ലാഹ് വജാഅ അഹ്ലുൽ യമൻ, അല്ലാഹുവിന്റെ സഹായം ഞങ്ങൾക്ക് വന്നു, മക്ക ഫതഹ് ഞങ്ങൾക്ക് വന്നു, മാത്രമല്ല യമനുക്കാർ ഞങ്ങളിലേക്ക് കടന്നു വന്നു. അപ്പോൾ സ്വഹാബിമാർ ചോദിക്കുന്നു, ആരാണ് നബി യമനുക്കാർ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അതാകും അഹ്ലുൽ യമൻ ഹും അളഅഫു ഖുലൂബൻ വഅറഖു അഫ്ഇദതൻ അൽ ഫിഖ് യമാനിൻ വൽ ഹിക്മതു യമാനിയത്തുൻ, യമനുക്കാരാണ് നിങ്ങളിലേക്ക് കടന്നു വന്നത്. യമനുക്കാർ ആരാണെന്നറിയോ? അവർ പച്ചപ്പാവികളാണ്, അവർ കടുകട്ടിയുള്ള ശിലാഹൃദയരല്ല, അവർ ലോല ഹൃദയത്തിന്റെ ഉടമകളാണ്. ഫിഖ് യമനിൽ നിന്നാണ്, മതത്തിന്റെ അറിവ്, നേരറിവുകൾ അത് യമനിൽ നിന്ന് തന്നെയാണ് എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയങ്ങളും യഥാർത്ഥ രൂപങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ ആശയങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത് അത് യമനിൽ നിന്ന് തന്നെയാണ്. ഇങ്ങനെ ഈ സൂറത്ത് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കൂട്ടർ നിസ്കരിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ കാവൽ നിൽക്കുമായിരുന്നു. ഒരു കൂട്ടർ സുജൂദിലേക്ക് പോകുമ്പോൾ മറ്റൊരു കൂട്ടർ ഖിയാമിൽ തന്നെ നിൽക്കുമായിരുന്നു. ഇനി ആ കാലങ്ങളൊക്കെ അവസാനിച്ചു പോയി. മക്ക ഫതഹിയുടെ സംഭവിച്ചു കഴിഞ്ഞു. ഈ മക്ക ഫതഹ് സംഭവിച്ചു കഴിഞ്ഞതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് 60 ദിവസം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ എന്ന് പല ഹിമാമുമാർ അവരുടെ തഫ്സീറുകളിൽ എഴുതി വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ ഖുർആനിന്റെ മഹത്വങ്ങളും പഠിപ്പിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.